ജന്തർ മന്തർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. കേരള സർക്കാരും ഈ കേസുകൾ പിൻവലിക്കാൻ പോകുന്നു. രജിസ്റ്റർ ചെയ്ത 5000-ലധികം കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്കും കത്തയച്ചിരുന്നു. തുടർന്നാണ് നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് താൽപര്യമില്ലെന്നും ആവശ്യമായ നടപടിയെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. അങ്ങനെ കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം ഗവൺമെൻറ്റിനില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ നമുക്ക് പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. അതെന്താണെന്ന് നോക്കി ചെയ്യാനായിട്ട് DGPക്ക് നൽകിയിരിക്കുകയാണ്. TV പ്രസാദാണ് ചെയ്തത്. പ്രസാദ്, വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. ഏതായാലും കേരളവും ഈ കേസുകൾ പിൻവലിക്കുന്നതിലേക്ക് എത്തുന്നു അല്ലേ? അതുതന്നെയാണ് വിനീത. നമുക്കറിയാവുന്നതുപോലെ ജന്തർ മന്തർ സമരവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും വ്യാപകമായ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും കേരളത്തിലേതുപോലെ കേസുകളും എടുത്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്താണെങ്കിൽ വേടനെതിരെയൊക്കെ എടുത്ത കേസ് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതേസമയം തന്നെ ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശവും നടത്തിയ TG മോഹൻദാസിനെതിരെ കേസെടുക്കാത്തതും വലിയ തോതിൽ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചന നൽകിയിരുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കേസ് പിൻവലിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിലേതെങ്കിലും തരത്തിൽ പിൻവലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിമിനൽ കേസുകൾ ഉണ്ടോ എങ്കിൽ അതിൻ്റെ പട്ടിക നോക്കി പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇതിലിപ്പോൾ അവിടെ എടുത്ത ജന്തർ മന്ദിറിൽ ഉൾപ്പെടെ എടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള ധാരണയാണ് അന്നത്തെ സമരത്തിൽ ഉണ്ടായതെങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പേരിലുള്ള കേസുകൾ നിലനിൽക്കുന്നു എന്നൊരു വിരോധാഭാസം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരും ഇതിലിടപെടുന്നു. ഇതിന് മുന്നോടിയായി തന്നെ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റിനും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനുമെല്ലാം കത്തുകൊടുത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കേസുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട്. എന്തായാലും കേസ് പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിനീത, ശരി. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കേസുകൾ പിൻവലിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളും എന്നത് ആശ്വാസകരം തന്നെയാണ്.